യോഗ്യക്കാട്ടയിലെ ലാംബുയാങ്ങിനാണ് കേട്ടോ അത്. ഇവിടെ ലാംബുയാങ് എന്നാണ് പറയുക. തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത് പോകുന്നത് സുരബയിലേക്കാണ്. അപ്പോൾ അതിനുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ട്രെയിന് 7:30 ട്രെയിന്. അപ്പോൾ 3 ദിവസം ഞങ്ങൾ ഇവിടെ കേട്ടോ താമസിച്ചിരുന്നത്. ഒരു ദിവസത്തിന് ഇന്ത്യൻ മണി 1600 രൂപയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതിൻ്റെ പേര് മെട്രോ ലിവി മാലിയോബറോ എന്നാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയാണിത്. സുരബയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി 7:30 അവിടുത്തെ ട്രെയിൻ കയറിയത്. ഇവിടെ എത്തിയപ്പോൾ 12:30 ആയിപ്പോ. ഈ ട്രെയിനിലാണ് ഞങ്ങൾ വന്നത്. രാത്രി റൂം അന്വേഷിച്ചപ്പോൾ ഒരു ഹോസ്റ്റലാണ് കേട്ടോ കിട്ടിയത്. ഇതിൻ്റെ പേര് മൈ സ്റ്റുഡിയോ എന്നാണ്. ഇന്തോനേഷ്യൻ റുപ്പി 1,60,60,000 തൊട്ട് മുകളിലാണ് റൂമുള്ളത്. ബർത്താണ് കണ്ടില്ല. ഇവിടെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലുള്ള ബർത്ത് മാത്രമേ കാലിയായിട്ടുള്ളൂ. ബാക്കി എല്ലാതും ഫുള്ളാണ്. സുരബയിലൊരു മാളിൽ വന്നാണ് കേട്ടോ. WTCയിലെ മാളിൻ്റെ പേര് വേൾഡ് ട്രേഡ് സെന്റർ ആണ്. അമേരിക്കയിൽ മാത്രമല്ല, ഇവിടെ ഇന്തോനേഷ്യയിലും വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഫുള്ള് ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുള്ള് ഫോണുകൾ, പല ഐറ്റംസ് ഫോണുകൾ എല്ലാം അതുണ്ട്. പക്ഷെ ഇന്ത്യനേക്കാളും കൂടുതൽ വിലയാണിത് മാത്രം. ഞങ്ങൾ നോക്കിയപ്പോൾ വില കൂടുതലാണ് ഇവിടെ. പക്ഷേ ഈ മാളിൽ മൊത്തം ഇത് മാത്രമേ ഉള്ളൂ, ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം ഇത് കണ്ടില്ല. ഫോണുകൾ ഇവിടെ സാംസങ്ങിൻ്റെ, ഇവിടെ ഓപ്പോ, അപ്പുറത്ത് ഓപ്പോ, വിവോ, അങ്ങനെ പല പല കമ്പനികളാണ്. എന്നാലും ഫോണിന് മാത്രം ഒരു മാള് എന്ന് പറഞ്ഞാലേ ഇത് കണ്ടില്ലേ, വില കൂടുതലാട്ടോ. നോ 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 കണ്ടില്ലേ, ഫോണിൻ്റെ സാംസങ്, വിവോ, ഹോണർ, ഐഫോൺ എല്ലാം ഇതുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അല്ല, അവിടെ മെയിൻ ആയിട്ട് തന്നെ ഉള്ള കാണുന്നത് ഫോണാണ് കൂടുതൽ കാണുന്നത്. ആ അടിയിന്ന് ഇപ്പോ 2-3 നിലകൾ കയറിട്ടോ. ഇപ്പൊ 4-5 നിലകൾ ഉണ്ട് എന്നാ തോന്നുന്നത്. എന്തായാലും വല്ലതും ഇതാണ് കാണുന്നത്, ഫോണുകള്. കുറച്ച് മുകളിലെത്തിയപ്പോ കുറെ റിപ്പയറിന്റെ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ കാണാനുള്ളത്. ഈ ഭാഗം ഫുള്ള് തന്നെ ഉള്ളൂ, വേറെ ഷോപ്പുകളായിട്ടൊന്നും കാണില്ല. ഫുള്ള് റിപ്പയർ ആണ് ഇവിടെ. ഒരു പെൺകുട്ടി ഇവിടെ റിപ്പയറിങ്ങിന്റെ പരിപാടിയിലാണ് തോന്നുന്നത്. കണ്ടില്ല, എല്ലാ മെഷീനറികളും ഐറ്റംസ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഓരോരോ നിലകളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊബൈലിന്റെ കവറുകളൊക്കെയാണ് കൂടുതൽ. അപ്പുറത്തുള്ള റോഡ് കൂടെ ഭയങ്കര തിരക്കാണല്ലോ. പക്ഷെ ഇതിലെ ഒറ്റ വാഹനങ്ങൾ വരുന്നില്ല അല്ലേ. പക്ഷെ അവിടെ നല്ല തിരക്കാണ്. എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ചിലപ്പോ അതാവും. പിന്നെ ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ കാണാലോ. ചളിവെള്ളമാണ്, പക്ഷെ അതില് ബോട്ടൊക്കെ വരുന്നുണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണോ ഇനി വല്ല മീൻ പിടുത്താണോ അറിയില്ല. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ കുറെ കടകളൊക്കെ ഉണ്ട്. എങ്ങനെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക? ഈ ഭയങ്കര സ്മെല്ലാണ് അവിടെയൊക്കെ. അവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് സമ്മതിക്കണം. നല്ല കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പള്ളിപ്പെരുന്നാളാണ് അവലെ. ഇവിടെ എന്തോ കുറച്ച് പയ്യന്മാരാണ് റിഹേഴ്സൽ നടക്കുക. എന്താണാവോ? ഹലോ, റിഹേഴ്സൽ എന്തോ തോന്നുന്നു കേട്ടോ. ഹലോ, റിഹേഴ്സൽ what's going on? Drum supporter. ഇവിടെ വെച്ച് മലപ്പുറംകാരനായ അനിലേട്ടനെ കണ്ടുമുട്ടിട്ടോ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. 20 വർഷമായിട്ട് ഇവിടെ സുരബയിലാണ് അദ്ദേഹം. ഫാമിലി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ഗേറ്റിലൂടെ അല്ലാതെ
മാത്രമേ കുട്ടികൾ ഇവിടെ 3 ആൾ ഇവിടെ നിൽക്കുകയാണ്. 3 ചെക്കന്മാർ ഓരോരുത്തർക്കാക്കുമ്പോൾ പേടിയില്ല. ഫസ്റ്റ് കണ്ട അമ്പലം അല്ലേ? ഇത് അമ്പലം. ഈ നടുക്ക് കാണുന്നത് ചൈനീസ് ക്ഷേത്രം. ചൈനീസ് ടെമ്പിൾ അല്ലേ? ബുദ്ധൻ. ഇത് പള്ളിയില്ലേ? ഒരേ കോമ്പൗണ്ടിൽ ഒരുപാട് മതങ്ങൾ അല്ലേ? ഇത് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇതൊരു കോമ്പൗണ്ട്, അതോടെ ഈസ്റ്റ് എമറാൾഡ് മാൻഷൻ. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു കോമ്പൗണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. കോമ്പൗണ്ട് കുറെ വീടുകളുണ്ട്. ഇതിന്റെ ഇവിടെ ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നായ പക്വാൻ മാളിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. എന്താ മാസം ഇത് നടന്നു പോയല്ലോ അല്ലേ? എത്ര കിലോമീറ്ററിലാണോ? വല്ല വണ്ടി വിളിച്ച് പോകേണ്ടി വരും കേട്ടോ. ഇവിടെ ഒരു ഓട്ടോറിക്ഷ വണ്ടി അത്രേ ഉള്ളൂ അല്ലേ? നമ്മളിവിടെ വെച്ച് 2 മലയാളികളെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വേറെന്താണ്? എന്റെ പേര് ഷർഫുദ്ദീൻ. ഞാൻ പട്ടാമ്പിലാണ്. ഗരുഡ ടിംബർ ട്രേഡേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഞാൻ ഇവിടുന്ന് മർബാവ് എന്ന് പറഞ്ഞ മരം പപ്പുവയിൽ നിന്ന് കൊടുന്ന് ഇവിടെ പ്രോസസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാം. ഞാനൊരു 8 വർഷത്തോളം ഇവിടെ. അടുത്താണ് എന്റെ പേര് അഹമ്മദ് എന്നാണ്. പാലക്കാട് ജില്ല തന്നെയാണ്. ചാലിശ്ശേരി എന്ന് പറയും. ഒരു സലീം എന്നൊരു കമ്പനിയാണ് നടത്തിയിരുന്നത്. എന്നെ മർബാവ് തന്നെയാണ് അവിടുത്തെ മെയിൻ ബിസിനസ്. അപ്പൊ എത്ര പിന്നെ എങ്ങനെയൊക്കെ നിങ്ങൾ വരവും കാര്യങ്ങളൊക്കെ? ഞങ്ങൾ എല്ലാ മാസം വരും. എല്ലാ മാസം വന്ന് ഇവിടുന്ന് കമ്പനിയിൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെയ്നർ കേരളത്തിലേക്ക് ഷിപ്പ് ചെയ്യും. അത് ഷിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി അതൊക്കെ പാർട്ടികൾക്ക് സെയിൽ ചെയ്തതിന് ശേഷം ദെൻ അഗെയിൻ അടുത്തൊരു 20 ദിവസം കൊണ്ട് വീണ്ടും വരും. അങ്ങനെ എല്ലാ സമയം ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണ്. സ്ഥിരമായിട്ട് താമസിക്കാതെ മാത്രം. എന്നാലും എല്ലാ മാസവും ഒരു 10 ദിവസമോ 15 ദിവസമോ ഇവിടെ. PTCയിൽ കുറച്ചും കൂടി സാധാ ഭക്ഷണങ്ങളും ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവിടെ എനിക്ക് ഒരു 200ന്റെ മുകളിൽ ഫുഡ് കോർട്ടുകളുണ്ട്. ഇതിൽ ഏകദേശം 100 ചില്ലാനും ഫുഡ് കോർട്ടുകളുണ്ട്. ഇത് ലോകത്തിന്റെ വിവിധ തരം, ജപ്പാന്, കൊറിയ, ചൈന, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സൂഷി, അങ്ങനെ പല സാധനങ്ങളും ഇന്തോനേഷ്യൻ ഫുഡുണ്ട്. അതിന്റെ പുറമെ പല രാജ്യങ്ങളിലുള്ള ഈ കൂടുതലും ഇവിടെ താമസക്കാർ ചൈനക്കാരും കൊറിയക്കാരും ജപ്പാൻകാരുമാണ്. അപ്പൊ അവരുടെ ഭക്ഷണങ്ങളുടെ വൈവിധ്യങ്ങളാണ്. ചിലതൊക്കെ നമുക്ക് കഴിക്കാൻ പോലും നമുക്ക്, പക്ഷെ അവരത് വയറിൽ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നത് കാണാം. എന്തായാലും ഈ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു ഭക്ഷണത്തിന്റെയും സ്വാദിന്റെയും ഒരു വൈവിധ്യമുള്ള രാജ്യം. പിന്നെ അവരുടെ സ്വഭാവങ്ങളും ഇവിടുത്തെ ആളുകളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റങ്ങൾ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും നന്നായിട്ടാണ് അവർ പെരുമാറുന്നത്. എന്തായാലും നല്ലൊരു രാജ്യമാണ്. നമ്മളെ ഇന്ത്യ പോലെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാലാവസ്ഥയൊക്കെ നമ്മൾ അതേപോലെ നമ്മളെ കേരളത്തിന്റെ അതേപോലെ തന്നെയാണ്. നല്ല സ്ഥലം. എന്തായാലും നമുക്ക് അവിടെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മാറ്റം ഫീൽ ചെയ്യാം. ലൈറ്റുകൾ കണ്ടില്ലേ? താഴവും പൊന്തും ചെയ്യുന്നുണ്ടോ? കണ്ടില്ലേ? എവിടെയും കാണാത്തൊരു സംഭവം കേട്ടത്. സുരബയ തായ്പേ സ്കൂൾ വിത്ത് അങ്ങനെ ഓരോന്നും ഓരോ സ്കൂളിന്റെ ഇന്ന് ഫുള്ള് കുട്ടിയാക്കുള്ളതില്ലേ? ചിത്രം വരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൾട്ടിമീഡിയ ക്രിയേറ്റീവ് സ്കൂൾ, അങ്ങനെ ഓരോ സ്കൂളുകളുടെ സ്റ്റാളുകളാണ്. അതിൽ കുട്ടികളെ ആകർഷിക്കാനുള്ള ഓരോന്ന്. പിന്നെ അടുത്ത് അവർക്ക് അവിടെ ചേരാനും അങ്ങനെ ഓരോ നല്ല, അങ്ങനെ എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരിപാടികൾ എല്ലാ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇതുപോലെ ഉണ്ട്. ഇതിനെത്ര വില അറിഞ്ഞ്? 13,000. നമ്മളെ നാട്ടിലത്തെ 13,000 അല്ലേ? ഹുക്ക അല്ലേ ബ്രാൻഡ്? അല്ലേ, ഹുക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. നാട്ടിലത്തെ 13,000. ആ
സ്ലിപ്പറുകളുടെ ഒരു ലോകം ഉണ്ടോ? വെറും സ്ലിപ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. DJIന്റെ ഒരു ഷോപ്പാട്ടത്. ആക്ഷൻ ക്യാമറകളൊക്കെ ഉണ്ട്. എന്താ അടിപൊളി ക്യാമറകള്, ഡ്രോണ്, വലിയ ഡ്രോണൊക്കെ ഉണ്ടല്ലേ? വലിയ ഡ്രോണാണല്ലോ. ഡ്രോണാ പോണു മൂപ്പരപ്പം. പക്വാൻ മാളിന്റെ ഒരു മിനിയേച്ചർ രൂപാട്ടത് ഈ കാണുന്നത്. ഞാൻ പറയാം തങ്ക്ലിംഗ്, അത് ആൻഡർസൺ, അത് ബെൻസൺ, ലാവിഷ്, ഇതൊക്കെ ഇതിലുള്ള ഓരോ അപ്പാർട്ട്മെന്റുകൾ. ഇതിൽ ഞാൻ താമസിക്കുന്നത് ബെൻസോണിലാണ്. ഇതില് 4 പോയിന്റ് ഷെയർ ഹോട്ടൽ ഉണ്ട്. അങ്ങനെ സ്റ്റാർ ഹോട്ടൽ 4 സ്റ്റാർ ഹോട്ടലുണ്ട്. ഇത് മിനിയേച്ചർ. ഇത് ലാവിസ്, ഇത് ബെൻസൺ, ആൻഡർസൺ, തങ്ക്ലിംഗ്, ഓർച്ചാർഡ്. ഫുള്ള് ഫുഡിന്റെ ഏരിയ കേട്ടോ. എത്രങ്ങാനും ടേബിളും കാര്യങ്ങളും അവിടെ. കണ്ടമാനം ആളുകളും ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ടല്ലേ അതെ ഫുഡിന്റെ. ഓരോ രാജ്യക്കാരെ ഭക്ഷണ വൈവിധ്യം ഉണ്ട് ഇവിടെ. ഇന്തോനേഷ്യൻ്റെ ഉണ്ട്, അമേരിക്കൻസിൻ്റെ ഉണ്ട്, ചൈനീസിൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോ കടകളും ഓരോ രാജ്യത്തിൻ്റെ ആണ് ഇവിടെ. മാമ ഇത് ഇന്തോനേഷ്യൻ്റെ കേട്ടോ, ഇവരെ സ്പെഷ്യൽ. ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങള് സുരബയിൽ നിന്ന് മെലാങ്ങിലേക്ക് പോകുക കേട്ടോ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലെത്തിണ്ട്. സുരബയ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 2 മണിക്കൂറോളം യാത്ര ഉണ്ടാവും. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്, സുരബയ. പന്ത്രണ്ട് മണി വരെയാണ് ഇവിടെ കൂടുതൽ ട്രെയിനുകൾ കണ്ടത്. ഇനി 12 മണിക്ക് ശേഷം ഉണ്ടോ എന്ന് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് രസമില്ല കേട്ടോ. ട്രെയിന് കംപ്ലീറ്റ് ബുക്കിംഗ് ആണ്. 2-3 ദിവസത്തേക്ക് ബുക്കിംഗ് ആണ്. അപ്പോൾ ബംഗുറാസി എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയാൽ മലാനിലേക്കുള്ള ബസ് കിട്ടും. അപ്പോൾ അവിടെ പോകണം. അവിടേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാൽ തന്നെ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബംഗുറാസിക്ക് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ബൈക്കിൽ വെച്ചിട്ടുള്ളൊരു വണ്ടി കേട്ടോ. മുന്നിലിരിക്കുക, പിന്നെ ഇത് ഓടിക്കണാണ് ഇയാള്. ചെറിയൊരു സ്കൂട്ടർ, അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് ബംഗുറാസിക്ക് പോണത്. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട്. 50,000 രൂപ അല്ലേ? ഒരു 250 രൂപയോളം ഉണ്ടാവും നമ്മളെ മണി. ഇന്തോനേഷ്യൻ റുപ്പിയാണെങ്കിൽ 50,000. ഞാനിരിക്കണ്ടേ വണ്ടി നല്ല രസമായില്ലേ? പക്ഷെ ഡ്രൈവർ സേഫ് ആയിട്ടോ. പിന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് നേരെ മുന്നിൽ. എന്തെങ്കിലുമൊക്കെ അതുണ്ടെങ്കിലേ തട്ടല് യാത്രക്കാർക്കാണ്. ചെറിയ സ്പീഡുള്ളൂ. ചെറിയ സ്പീഡുള്ളൂ. യാത്രക്കാര് മുന്നില്, ഡ്രൈവർ ബാക്കില്. കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാന്നാണ് ഇതിന്റെ ഒരു ഗുണമുള്ളത്.
പക്ഷെ പൊടിയൊക്കെ നേരിട്ട് വരും കേട്ടോ. പൊടി കാറ്റൊക്കെ നേരിട്ട് തട്ടും. ഗ്ലാസും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പൊടിയും കാറ്റൊക്കെ നേരിട്ട് തട്ടും. അങ്ങനെ പ്രശ്നമുണ്ട്. എന്നാലും കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. വേറൊരു വണ്ടിയിൽ ഇതുപോലെ പോകുമ്പോ അത്ര രസം കിട്ടും തോന്നുന്നില്ല. ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകാൻ. ഓക്കെ, ബൈ ബൈ. Express bus 1 jam. Yes. 95 പറയുന്നത്. Hah? 95. 95. Okay. Ayo. ഞങ്ങളൊരു ബസ് കയറി 40,000 എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പൈസ കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇത് വില കുറവുള്ള വണ്ടി കേട്ടോ. രണ്ടാൾക്കും കൂടിയാണ് പറഞ്ഞത് അല്ലേ? രണ്ടാം കൂടിയാണ് 40,000 പറഞ്ഞത്. മ്യൂസിക് ഉണ്ട് കേട്ടോ, ഫ്രീ മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇത് നോർമൽ ബസ്സാണല്ലോ. വെറുതെ ഇതിന് റേറ്റ് കുറവ്. അങ്ങനെ മലാങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന് ബസ് തിരിച്ചു പോവുകയാണ്. സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇപ്പോ. സ്റ്റാൻഡിന്റെ സൈഡിലാണ് ഇറക്കിയിട്ടുള്ളത്. വലിയൊരു ബസ് സ്റ്റേഷൻ തന്നെയാണ് ഇത്, മലാങ്. അവിടുന്ന് തിരക്കിട്ട് വരുന്നതുകൊണ്ട് ഭക്ഷണം അവിടുന്ന് കഴിക്കാൻ പറ്റില്ല. ഇവിടെ എത്തിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ തൊട്ട് ഇവിടെ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. അപ്പൊ ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിക്കണം. സൂപ്പ് 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 എടുത്തു. ഓംലേറ്റ്. പിന്നെ ഇതേവിടെ മെയിനായിട്ട് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവിടെ ബ്രോമോ എന്ന് പറഞ്ഞൊരു വോൾക്കാനം ഉണ്ട് കേട്ടോ. അത് കാണാനാണ്. അത് നല്ല രസമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അത് കാണണം. പിന്നെ ഇന്ന് ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൈത്താങ് എന്നാണ് ആ സ്ഥലപ്പേര്. അപ്പൊ അവിടെ പോകണം. അവിടെ തൊട്ടടുത്ത് എന്തൊരു കളർഫുൾ വില്ലേജ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഡച്ച് കോളനി ആയിരുന്ന സമയത്ത് ഇവിടെ യൂറോപ്യൻസ് ഒക്കെ നിന്ന ഒരു ഏരിയ ആണല്ലോ ഇത്. അങ്ങനത്തെ ഒരു വൈബ് ഏരിയ ഒക്കെ തന്നെയാണ്. കണ്ടിട്ടത് ലോങ് യാത്രക്കുള്ള ബസ്സുകൾ ഉള്ളൂ എന്നൊരു പിന്നെ സംശയമുണ്ട്. ഇതാ കണ്ടില്ലേ, എന്താ ഹൈറ്റ് എന്നോ. എയർ സസ്പെൻഷൻ ആണ്. അത് ഡബിൾ ഇതാണ് കേട്ടോ. അടിയിലും മുകളിലും ആളുകൾക്ക് ഇരിക്കുക. സംഭവം സെറ്റപ്പാട്ടോ അത്. ഇതൊക്കെ അതുപോലത്തെ ബസ് തന്നെയാണ്. ബസ്സുകളൊക്കെ ടോപ്പാണ് കേട്ടോ. ഇവിടുത്തെ നല്ല അടിപൊളി ബസ്സുകൾ ഉണ്ട് ഇവിടെ യാത്ര ചെയ്യാം. ഒരു ചെറിയൊരു വാനുകാരൻ ഞങ്ങളങ്ങനെ വിളിക്കുന്നുണ്ട്. എവിടേക്കാണ് ആ വണ്ടി ചോദിച്ചു നോക്കട്ടെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ കുഴപ്പം. കയ്യൂത്താങ്ങാൻ. ഇയാള് കയ്യൂത്താങ്ങനാണ്. ടു ഹൗ മച്ച്? 2 person? 2? മണി 2? 20. 20 പറയുന്നുണ്ട്. കയ്യൂത്താങ്ങാൻ. അങ്ങനെ ഒരു മിനി വാൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന് കയറുകയാണ്. ചിടിങ്ങൊരു ഇതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മിനി വാനിൽ കയറണല്ലേ ജീവിതത്തിലല്ല. ഇവിടുന്ന് കൂടുതൽ ബസ്സിൽ ട്രെയിനിലൊക്കെ അല്ലേ യാത്ര ചെയ്ത്. ഇതിന് കുറച്ചും കൂടി ആളെ കിട്ടണ്ടായിരുന്നില്ലേ പോണെന്നുണ്ടെങ്കിൽ. എത്രയാണ് ഉദ്ദേശിച്ചാവല്ലേ അയാള്. വണ്ടിയൊക്കെ എടുത്ത് പോവുന്നുണ്ട്. 200. എത്ര 0 വരുന്നുണ്ട് നോക്കി. അത്ര തന്നെ ഉള്ളു. അപ്പൊ കുറച്ചുള്ളൂ. പക്സോ ആണ് കേട്ടോ. ഇത് ആവിയിൽ പുഴുങ്ങിയ സാധനമാണ്. ഇന്തോനേഷ്യൻ ഫുഡാണ് പക്സോ. ആവിയിൽ പുഴുങ്ങിയ സാധനമാണ്. ഇന്ത്യ. ഇടുങ്ങിയ ചെറിയ വഴികളിലൂടെയൊക്കെയാണല്ലോ പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ചെറിയ വീടുകള്, നടുക്ക് ചെറിയ റോഡ്. പക്ഷെ ഇടുങ്ങിയ റോഡാണ്.
വേറെ വണ്ടികളൊക്കെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്താ റെയിൽവേ ലൈനൊക്കെ ഉണ്ട് ഇവിടെ. അതിൽ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ട്രെയിൻ ഉണ്ട് ഇവിടെ. നേരെ അപ്പുറത്തെ റോട്ടിലേക്ക് പോകാൻ എളുപ്പ വഴി തോന്നുന്നത് ഇതിലങ്ങനെ. നല്ല ട്രാഫിക്കാട്ടോ ഈ റോഡിൽ കൂടെ. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാ. സമയം 4 മണി കഴിഞ്ഞു. പക്ഷെ ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാവും ചെയ്യും. വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി അതേ സ്പോട്ടിലെത്തിട്ടോ. ഇപ്പത്തെ ഈ ഒരു ഇത് ആകെ മാറിയിട്ടുണ്ട് രാത്രി ആയപ്പോ. കയ്യൂത്താങ്ങനൊക്കെ ആകെ ലൈവായിട്ടുണ്ട്. ഇപ്പൊ പകൽ സമയത്തൊന്നും ഇത്ര വലിയ ഇതുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ വൈകുന്നേരം ആയപ്പോ ആകെ ലൈവായിട്ടുണ്ട്. അപ്പുറം കിടക്കല്ലേ. എല്ലാവരും ശനിയാഴ്ച ആയതുകൊണ്ട് സമയം ചെലവഴിക്കാൻ ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടാണ് ആളുകൾ വരുന്നതെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞതുള്ളത്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ബൈക്കുകൾ, ഫാമിലികളൊക്കെ കംപ്ലീറ്റ് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സമയം ചെലവഴിക്കുക. ഒരാഴ്ച ജോലി ചെയ്യും, പിന്നെ വെള്ളി ശനി ഞായർ, അതിൽ ശനിയാണ് കൂടുതലായിട്ട്. പിന്നെ ഇവിടെ നല്ല വൈബ്. റൂമിനൊക്കെ അന്ന് റേറ്റ് കൂടും. വെള്ളിയാഴ്ച ഒന്ന് റേറ്റ് കൂടും, അതിലും കൂടും ശനിയാഴ്ച, ഞായറാഴ്ച അതുപോലെ തന്നെ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ പ്രത്യേകതകൾ. നല്ല ഒരു ലൈറ്റുകളൊക്കെ ഉണ്ടല്ലേ. അതിൽ കണ്ടില്ലേ ഒരു വണ്ടി പോണത്, ഒരു ഫാമിലിയെ കണ്ടിട്ട് അതിൽ മൊത്തം ആടിപ്പാടി കളർഫുള്ളായിട്ട് കണ്ടില്ലേ. വണ്ടി നല്ല രസമാണ്. ഈ ഏരിയ കൂടെ മൊത്തം ഇങ്ങനെ കാണിച്ച് കൊണ്ടുപോകും. ഒരു ഹെറിറ്റേജ് ടൗൺ ആണ് ഇവിടെ. മലാൻ ഹെറിറ്റേജ് ടൗൺ ആണ്. പ്രദർശനം ഉണ്ടോ? പ്രാവും പല്ലിയും പാമ്പും ഇതൊക്കെ പ്രദർശനങ്ങളാണ് ഇവിടെ. കുച്ചു കുച്ചു വാത്തായേ. എല്ലാവരും ഇതാട്ടോ, എല്ലാവർക്കും ഇന്ത്യ എന്നാണ് പറയുമ്പോ കുച്ചു കുച്ചു വാത്തായേ. അല്ലെ ഷാരൂഖ് ഖാൻ, ഷാരൂഖ് ഖാൻ കണ്ടില്ലേ. ഷാരൂഖ് ഖാൻ അറിയാത്ത മനുഷ്യന്മാരാരുമില്ല. കുച്ചു കുച്ചു വാത്തായേ. ആളുകളൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ ഇവിടെ. നല്ല പെയിന്റിങ്ങുകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കടുവയൊക്കെ കണ്ടില്ലേ, പേടിപ്പെടുത്തുന്ന ഒരു ചിത്രം കടുവ. ഇവിടെ നല്ലൊരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. കൊരങ്ങൻ കളി ഇപ്പോഴും ഉണ്ട് ഇവിടെ.
കൊരങ്ങങ്കളി ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. ഇല്ല കൊരങ്ങങ്കളി നമ്മളെ നാട്ടിലൊക്കെ നിരോധിച്ചതല്ലേ, ഇവിടെ ഇപ്പോഴും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കൊരങ്ങൻ ബൈക്ക് ഓടിക്കുകയാണ്. മ്യൂസിക് നടക്കുന്നുണ്ട് കേട്ടോ. പ്രേക്ഷകരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ കൊരങ്ങൻകുട്ടി ഉണ്ടല്ലേ, അതിന് നല്ലൊരു പിന്നെ ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പൂച്ച അല്ലേ, പേർഷ്യൻ പൂച്ച. ഹലോ, ഇതുണ്ടല്ലേ ഇവിടെ ഉണ്ട് തോന്നുന്നു. സ്വാമി ഓ ചെറിയ കുട്ടികളെ പോലെ ഇത് കണ്ട. ആ ചെറിയ കുട്ടി തന്നെയാണല്ലേ അത്. റിയോ, ആ റിയോ ആണല്ലോ അതിന്റെ പേര്. റിയോ റിയോ റിയോ. ഏതാ ബൈക്കുകള്, ഹാർലിന്റെ. രണ്ട് ബൈക്കും ഹാർലി ഡേവിഡ്സൺ ആണ്. ഇപ്പൊ ഇവര് പെൻതോർ എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരാണ് കേട്ടോ. ഇപ്പൊ രാത്രി സമയത്ത് ഓട്ടം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവര് രാത്രി ഇതിൽ തന്നെയാണ് താമസിക്കുക. ഇത് സൈക്കിള് പോലെ ചവിട്ടി പോവാട്ടോ. പിന്നെ ഈ രണ്ട് ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ബാക്കില് ബൈക്ക് പോലെയാണ്, കണ്ടില്ലേ. ഒരു സ്കൂട്ടറാണ് ഇതിന്റെ ബാക്കില്, മുന്നില് യാത്രക്കാരിരിക്കും. ഇതൊരു സ്കൂട്ടർ പോലത്തെ വണ്ടിയാണ്, കണ്ടില്ലേ. മുന്നിൽ യാത്രക്കാരിരിക്കും. ഇതിങ്ങനെ വേണമെങ്കിൽ മാറ്റി വെക്കുകയും ചെയ്യട്ടോ. മാറ്റി വെച്ചിട്ട് പോവാ. പിന്നെ അതുപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെയും പോവാ. ഓക്കെ. പെൻതോർ ഇതിന്റെ ഡ്രൈവർ ഇതിൽ കിടക്കുന്നുണ്ട്. ഹലോ ഹായ്. കണ്ടില്ലേ. ഇത് ഹോണ്ടേന്റെ വണ്ടി കേട്ടോ ബാക്കില്. ഇതാണ് പെൻതോർ. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. വളരെ ചെറിയ ഓട്ടങ്ങളാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് പോവുക. ഇതൊരു 5-10 കിലോമീറ്റർ ഒക്കെ അതിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഓട്ടങ്ങൾ. പിന്നെ ഇതുപോലെ സൈക്കിള് വെച്ചിട്ടുള്ള വണ്ടി ഉണ്ട്. ബാക്കിൽ സൈക്കിള്, മുന്നിൽ ഇതുപോലത്തെ വണ്ടി. അതാണെങ്കിൽ 5 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം അവരിങ്ങനെ ചവിട്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പോകണമല്ല. ഇതാണെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇങ്ങനെ പെൻതോറുമായിട്ട് ഇരിക്കുന്നത്. ഹലോ ഹായ്. ഹായ്. ഓക്കെ. കണ്ടില്ലേ, പ്രായം കൂടിയ ആളുകളാട്ടോ കൂടുതലായിട്ട് ഇത് ഓടിക്കണത്. അവർക്കൊക്കെ വയസ്സാം കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണ്ടേ. അപ്പൊ അവരിതുപോലെ ഇങ്ങനെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് ജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൻതോർ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്ലോവിൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യേണ്ടവർക്കൊക്കെ നല്ലൊരു വണ്ടിയാണിത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അനുഭവം കിട്ടുകയും ചെയ്യും. ഇത് വേറെ എവിടെയും കണ്ടിട്ടുമില്ല. ഇവിടെ ഇന്തോനേഷ്യയിലൊക്കെ ഉള്ളൂ കണ്ടിട്ട്. ഇനി വേറെ രാജ്യങ്ങളിലുണ്ടോയെന്ന് അറിയൂല.